നാട്ടിൽ നിന്ന് യുഎയിലേക്ക് വരുന്ന ആളുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് എയർപോർട്ടുകളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്ക് SLPC എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പരിശോധന കൂടി നടത്തുന്നതുകൊണ്ട് അന്താരാഷ്ട്ര യാത്രികർ എയർപോർട്ടിൽ ചുരുങ്ങിയത് 5 മണിക്കൂർ മുൻപെങ്കിലും റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെയുള്ള എയർപോർട്ടുകളാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യാത്രക്കാരത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ SLPC എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിനും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുൻപ് ആ ബോർഡിംഗ് ടൈമിന് തൊട്ട് മുൻപായി എയർലൈൻ സ്റ്റാഫ് നമ്മുടെ ഹാൻഡ് ബാഗേജ് കൃത്യമായി പരിശോധിക്കും. ഈ ഒരു സംവിധാനമാണ് ഈ സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് യാത്രക്കാർ സഹകരിക്കുക. അതിനായി പറഞ്ഞതുപോലെ 5 മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിൽ എത്തിച്ചേരാനും പ്രത്യേകം ശ്രദ്ധിക്കണം. UAEയിൽ ഇനി മുതൽ നമുക്ക് ഈ സാലിക് ഗേറ്റിൻ്റെ വാലറ്റ് ബാലൻസ് ഉപയോഗിച്ച് ഇനോക്സ് സ്റ്റേഷനുകളിൽ നിന്ന് പെട്രോളോ ഡീസലോ ഒക്കെ അടിക്കാം. ഇങ്ങനെ ഒരു സൗകര്യവുമായി ബന്ധപ്പെട്ട സംയുക്ത കരാറിൽ കഴിഞ്ഞ ദിവസം ഇരു കമ്പനികളും ഒപ്പുവെക്കുകയുണ്ടായി. ഇത് അധികം വൈകാതെ തന്നെ നടപ്പിലാക്കുമെന്നും ആദ്യഘട്ടത്തിൽ ചില പമ്പുകളിൽ മാത്രമായിരിക്കും ഈ സൗകര്യം ലഭ്യമാക്കുക എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ പെട്രോളോ ഡീസലോ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാർഡോ ക്യാഷോ സെപ്പറേറ്റ് കൊടുക്കേണ്ടതില്ല. നമ്മുടെ സാലിക്കിൻ്റെ വാലറ്റിൽ നിന്ന് അതിൻ്റെ പണം നമുക്ക് അടയ്ക്കാൻ സാധിക്കും. അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തന ആദ്യഘട്ടം 2032 നടപ്പിലാക്കുമെന്നുള്ളൊരു ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നു. അതോടുകൂടി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ എല്ലാ ഫ്ലൈറ്റ് സർവീസുകളും അവിടെ നിന്നായിരിക്കും പിന്നീട് നടക്കുക. പ്രതിവർഷം 15 കോടി യാത്രക്കാരെ ക്യാരി ചെയ്യാൻ പറ്റുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഈ വലിയ എയർപോർട്ടിനകത്ത് 8 ചെറിയ എയർപോർട്ട് ഡിവിഷൻസ് ആക്കി അതിനെ വേർതിരിച്ചുള്ള പ്രത്യേക ക്രമീകരണമൊക്കെ ആയിരിക്കും. എന്തായാലും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഒരു അതിശയ ലോകം തന്നെയായിരിക്കും അൽ മക്തൂം എയർപോർട്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. റാവൽപിണ്ടി, ലാഹോർ, മുൾട്ടാൻ എന്നിവിടങ്ങളിൽ നടക്കേണ്ടിയിരുന്ന PSL മത്സരങ്ങൾ UAEയിലേക്ക് മാറ്റിയതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ന് ഈ വെള്ളിയാഴ്ച അറിയിച്ചിരിക്കുകയാണ്. കൃത്യമായ തീയതിയും സമയവും ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് 37 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർ കൂടി ഈ ലീഗിൽ പങ്കെടുക്കുന്നുണ്ട്. അബുദാബി മുസഫ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ വാഫി ഹൈപ്പർ മാർക്കറ്റും അബുദാബി ഇൻഡസ്ട്രിയൽ സിറ്റിയിലുള്ള മനാർ റുച്ചുലു എന്നൊരു റെസ്റ്റോറൻറ്റും ഭക്ഷ്യസുരക്ഷാ നിയമലംഘനങ്ങളെ തുടർന്ന് അതോറിറ്റി അടച്ചുപൂട്ടുകയുണ്ടായി. അപ്പം ഇങ്ങനെയുള്ള പരിശോധനകൾ അബുദാബിയിൽ നിന്നല്ല UAEയിൽ ഉടനീളം നടക്കുന്നുണ്ട്. അബുദാബി ഭക്ഷ്യസുരക്ഷാ കാർഷിക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പനുസരിച്ച് ഇങ്ങനെയുള്ള എന്തെങ്കിലും നിയമലംഘനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ 800-555 എന്നുള്ള ടോൾ ഫ്രീ നമ്പറിൽ അവരെ വിളിച്ചറിയിക്കണമെന്നുകൂടി പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ 2025 മെയ് 9 വെള്ളിയാഴ്ച.